വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് ബോണ്ടി ബാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് മൂന്നേ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചോക്ലേറ്റാണ്. കുട്ടികളുടെ ഫേവറേറ്റ് ചോക്ലേറ്റാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയ കാരണം പുറത്ത് പോയി ചോക്ലേറ്റ് ഒന്നും വാങ്ങി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ബോണ്ടി ബാറാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഉണ്ടാകും, കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സമയം കളയേണ്ട, വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ലഡു എന്നൊരു റെസിപ്പിയിൽ ഞാനത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്നതെന്ന്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം. നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പാകത്തിൽ നമുക്കത് കുഴച്ചെടുക്കാം. നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കണ്ടെയ്നറിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിങ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചത് കൊണ്ട് ഇതൊരു സ്റ്റിക്കി ഫോമാണ്. നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടോ സ്പാറ്റുല വെച്ചിട്ടോ നല്ലപോലെ പ്രസ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ അടപ്പ് വെച്ചിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം. നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടണം. അപ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 220 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ചോക്ലേറ്റ് പീസെല്ലാം ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് മെൽട്ടാക്കി എടുക്കുന്നത്. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. താഴെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മേലെ ഗ്ലാസ് ബൗളിൽ ചോക്ലേറ്റ് ഇട്ടിട്ടാണ് മെൽട്ടാക്കി എടുക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് നന്നായി മെൽട്ടായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നല്ലതുപോലെ തണുക്കുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഈ ഒരു ഷേപ്പിൽ നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം എല്ലാം നമുക്ക് കൈ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം എല്ലാ പീസും നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിൽ എടുത്ത് വയ്ക്കാം. നമുക്ക് ഓരോ പീസും ഇതുപോലെ ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഡിപ്പ് ചെയ്ത ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് നേരം വീണ്ടും നമുക്കൊന്ന് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഓൾറെഡി സെറ്റായിട്ടുണ്ട് എങ്കിലും നമ്മളൊരു 10-20 മിനിറ്റേക്ക് ഫ്രീസറിൽ എടുത്ത് വയ്ക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച ചോക്ലേറ്റ് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ബോണ്ടി ബാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്.
വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും റെഡിമെയ്ഡ് പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ കൂടിയുള്ള ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ ചോക്ലേറ്റ് ബോണ്ടി ബാറിന്. കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്. താങ്ക് യു.